ദൈവദശകത്തിലെ ഗീതാസാരം. ദൈവമേ എന്ന വിളിയിൽ നിന്നാണ് ദൈവദശകത്തിൻ്റെ തുടക്കം. ദൈവമേ കാത്തുകൊൾകങ്ങോ കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻപദം. ദൈവമേ എന്ന വിളിയിൽ നിന്നാണ് ദൈവദശകത്തിൻ്റെ തുടക്കം. ശൈവ സരസ്വതിയുടെ സംക്ഷിപ്തമാണിത്. പരമമായ ബ്രഹ്മത്തെ, പരമമായ ഗുരുവിനെ പൂജിക്കുമ്പോൾ വിശ്വസാര തന്ത്രത്തിലെ ഗുരുഗീത പറയുന്നു: അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനജ്ഞാനശലാകിയ ചക്ഷുരുന്മീലനം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനം എന്ന തിമിരം പിടിച്ചതാണ് കണ്ണുകൾ. ഗുരുവോ ഇടിമിന്നൽ പോലുള്ള ജ്ഞാനജ്ഞാനം കൊണ്ട് ആ കണ്ണെഴുതിച്ചാലും ചക്ഷുസിനെ അക്ഷരമായ അറിവിലേക്ക് നയിച്ചാലും ആ അറിവ് മാത്രമേ നിലനിൽക്കൂ. അതുമാത്രമേ സകല സങ്കടങ്ങളും ഇല്ലാതാക്കൂ. ആ പ്രസിദ്ധമായ ശ്ലോകം പോലെ: ന ചോരഹാര്യം ന ച രാജഹാര്യം ന ഭ്രാതൃരാജ്യം ന ച ഭാരകാരി വ്യയേകുതേ വർദ്ധതേ ഏവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. ദൈവമേ എന്ന വിളിയിൽ ഗുരുവും ആ പരമാചാര്യനെ ഓർക്കുകയാണ്. പരമേശ്വരനെ, ഈശ്വരൻ ഒന്നേയുള്ളൂ. ഗുരു പറയുന്ന ദൈവവും ഒന്നേയുള്ളൂ. ഇവിടെ ദ്യോതിപ്പിക്കുന്നവൻ ദൈവമെന്ന അർത്ഥത്തിലേക്ക് ഗുരു നേരെ കടന്നെത്തുന്നു. പരമമായ പ്രകാശത്തെ പ്രണമിച്ചുകൊണ്ടാണ് തുടക്കം. ആ ദൈവത്തോടാണ് വിദ്യാരംഭത്തിനിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ മഹാഗുരു പ്രാർത്ഥിക്കുന്നത്: അങ്ങ് ഇങ്ങുള്ള ഞങ്ങളെ കാത്തുകൊള്ളുക. അദ്വൈതനായ ഗുരുവിന് ആ ദ്വൈതഭാവം ചേരില്ല. എന്നാൽ കാട്ടുകുരങ്ങിനെ പോലെ മരം ചാടുന്ന മനസ്സുമായാണ് വിദ്യാർത്ഥികൾ ഇരിക്കുന്നതെന്ന് അവിടത്തേക്ക് നന്നായി അറിയാം. അതിനാൽ കൈവിടാതെ പിടിക്കണമെന്നാണ് അപേക്ഷ. കൈവിട്ടാൽ കുട്ടികൾ ഓടി മാറും, എങ്ങോട്ടും പായും. തിരികെ പിടിക്കാൻ പെടാപ്പാടാണ്. പൂച്ച കുഞ്ഞിനെ എന്ന പോലെ തൂക്കിയെടുത്തുകൊണ്ട് പോണേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥന. ആ ഉപമ ആചാര്യന്മാരുടേതാണ്. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ വീഴാതെ വരമ്പ് കടക്കാനാവൂ എന്നാണ് യാചന. അമ്മ കുഞ്ഞിനെ എന്ന പോലെ വീഴാതെ നടക്കാൻ കെൽപ്പു തരണേ എന്ന ഗുരുവും പരമാചാര്യനായ പരമമായ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുന്നു: നാവികന്നീ ഭവാബ്ദിക്കോ ഒരാവിവെന്തോണി നിൻപദം എന്നാണ് തുടർന്നുള്ള വരികൾ. നീയാണ് നാവികൻ, നൗക നിന്റേതാണ്. കടൽ ഭവാബ്ധിയാണ്. ഭവാബ്ധി എന്നാൽ ഭവിക്കപ്പെട്ടതിൻ്റെ കടൽ. നിന്റെ നൗക ഈ പ്രാണൻ തന്നെ. ഈ ഭവാബ്ധിയിൽ ഈ ഉടൽ, എൻ്റെ ശരീരത്തിന് ഈ കടൽ താണ്ടാൻ നിന്റെ വാക്കല്ലാതെ മറ്റെന്താണൊരു തുണ? ആവിക്കപ്പൽ എന്ന അർത്ഥത്തേക്കാൾ ആവിയുടെ തമിഴർത്ഥമായ പ്രാണൻ അഥവാ ജീവൻ എന്ന അർത്ഥമാണ് ഇവിടെ യോജിക്കുന്നത്. ആവിയാവുക എന്നതിന് അർത്ഥം പ്രാണൻ പോയി എന്നാണല്ലോ. ഗുരുവിൻ്റെ വാക്കുകളിലൂടെ അല്ലാതെ അറിവിൻ്റെ മറുകര കാണാൻ വയ്യ. ആവി എന്ന വാക്കിന് തമിഴിൽ അറിവ് എന്നാണ് മറ്റൊരർത്ഥം. രഥത്തിൻ്റെ പിന്നിൽ ഇരിക്കുകയാണ് അർജുനൻ. വിഷാദി എന്നതിനേക്കാൾ അവൻ അജ്ഞനാണ്. രണനദി കടക്കാൻ അശക്തൻ. അവൻ്റെ രഥം ഉടൽ. സാരഥി ഭഗവാൻ കൃഷ്ണൻ, കൈവർത്തകനായ കേശവൻ. ബന്ധുക്കളെയും ആചാര്യന്മാരെയും കണ്ട് കുഴഞ്ഞു പോകുന്നു അർജുനൻ. കുലനാശവും വർണ്ണസങ്കരവും വരുത്തുന്ന യുദ്ധം തന്നെ പാപിയാക്കുമെന്നാണ് ആ അർജുനൻ വിഷാദിക്കുന്നത്. തുടർന്ന് പാർത്ഥൻ പറയുന്നു: യദി മാമ പ്രതികാരമശസ്ത്രം ശസ്ത്രപ്രാണയ ധർത്തരാഷ്ട്ര ഭരണേ ഹനുസ്തമീം ക്ഷേമേതരം ഭവേത്. ഞാൻ ആയുധമേന്താതെ ഇരിക്കും. ഞാൻ ആരെയും എതിർക്കുകയുമില്ല. ധാർത്തരാഷ്ട്രന്മാർ യുദ്ധത്തിൽ എന്നെ വധിച്ചോട്ടെ. അതാണ് എനിക്ക് കൂടുതൽ ക്ഷേമകരം. ഞാനും എൻ്റേതും എന്ന അഹംഭാവങ്ങൾ നിറഞ്ഞ കർമ്മമണ്ഡലത്തിലാണ് ഇപ്പോഴും അർജുനൻ. ഭവാബ്ധിയുടെ നടുവിൽ നിന്നാണ് വിലാപം. നരനാരായണന്മാർ എന്ന് ദുർഗാദേവി എന്നെ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ കരച്ചിൽ. ഹരിനാമ കീർത്തനം മുഴങ്ങുകയായി ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമീ വരദ നാരായണായ നമ. അഖിലവും ഞാൻ എന്ന വഴിയിലേക്ക് നരനെ നടത്തുകയാണ് നാരായണൻ. അശോചിനന്യ ശോചിത്വം പ്രജ്ഞാവതാശ്ച ഭാഷസി
ഗതാസൂന ഗതാശുശ്ച ഞാനു ശോചന്തി പണ്ഡിത. നിന്റെ ദുഃഖം ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ചാണ്. പണ്ഡിതന്മാരെ പോലെ നീ സംസാരിക്കുന്നു. ജ്ഞാനികൾ മരിച്ചവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും ദുഃഖിക്കാറില്ല. ഗീതാകാരൻ തുടരുന്നുണ്ട്. ഭഗവാനിലൂടെ ഈ ലോകത്തിൽ ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. നീയും അങ്ങനെ തന്നെ. ഈ സാഗരത്തിന് സന്നദ്ധനായി വന്നിട്ടുള്ള രാജാക്കന്മാരുടെ കാര്യവും വ്യത്യസ്തമല്ല. മനുഷ്യന് എങ്ങനെയാണോ ഈ ദേഹത്തിൽ കൗമാരവും യൗവനവും ജരയും സംഭവിക്കുന്നത്, അതേപോലെ ദേഹാന്തരപ്രാപ്തിയും സംഭവിക്കുന്നു. ധീരന്മാർ അതിൽ സങ്കടപ്പെടാറില്ല. ജ്ഞാനമാർഗത്തിലൂടെ നടക്കാൻ പാർത്ഥനെ സാരഥി ഒരുക്കുകയാണ്. പോരാടാതെ മരിക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് വിശ്വസിക്കുന്ന പാർത്ഥനെയാണ് പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഞാനും എൻ്റേതുമെന്ന മാർഗത്തിൽ നിന്ന് ഞാൻ ബ്രഹ്മം തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ തുടക്കം. അങ്ങും ഇങ്ങും നിന്ന് നരൻ്റെ കൈപിടിക്കുകയാണ് നാരായണൻ. ആ പിടി വിടുവിച്ചു പോകാൻ ഇടയാക്കല്ലേ എന്ന പ്രാർത്ഥനയാവുകയാണ് ആദ്യ ശ്ലോകം. ആദ്യ ദിവസം വിദ്യാലയത്തിലേക്ക് പോകുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? കരഞ്ഞും മടി പിടിച്ചും തിരിച്ചു വീട്ടിലെത്താൻ വഴി തേടിയും അലച്ചാർക്കുന്ന കുട്ടികളെ. ആ കുട്ടികളിൽ ആരെയും അയ്യോ മക്കളെ, നിങ്ങൾ പഠിക്കാൻ പോകണ്ട കേട്ടോ എന്ന് മാതാപിതാക്കൾ ആശ്വസിപ്പിക്കാറില്ല. പിന്നീട് വിദ്യാലയത്തിൽ വിടാതിരുന്നിട്ടുമില്ല. അറിവ് മാത്രമേ ജീവിതത്തിൻ്റെ കടല് താണ്ടാൻ തുണയ്ക്കൂ എന്ന വലിയ അറിവാണിത്. ആ അറിവ് തന്നെയാണ് നൗക. കുട്ടിയുടെ പ്രപഞ്ചത്തിലാണ് പ്രാർത്ഥനകൾ. ആ കുട്ടി ഏകനാണ്. സ്വന്തം ശാഠ്യങ്ങൾ, സ്വന്തം ഉത്കണ്ഠകൾ, എങ്ങും നിറയുന്ന ഭയം, നിഴല് കണ്ടാലും പിശാചെന്ന പേടി, പിടിച്ചുകൊണ്ടുപോകുമെന്ന ആശങ്ക, കേവലമായ സ്വാസ്ഥ്യങ്ങളെ ഇല്ലാതാക്കുമെന്ന പേടിയാണ്. വഴി അറിയില്ല. അറിയാത്ത വഴിയെല്ലാം തെറ്റാനാണ് സാധ്യത കൂടുതൽ. അവിടെ ഉള്ളിൽ ദൈവമുണ്ട്. സർവരക്ഷകനായ സർവലോകധാരകനായ ദൈവം. ദൈവത്തെ വിളിക്കുന്നത് വഴിയിൽ വെളിച്ചമാവാനാണ്, ഇരുട്ടിൽ തെളിച്ചമാവാനാണ്. കൈ നീട്ടുന്നത് ആ പ്രകാശത്തിലേക്കാണ്. ദൈവത്തെ മുറുക്കി പിടിക്കാനായിട്ടല്ല, ദൈവം തന്നെ പിടിക്കണം. കയ്യിൽ ആ പിടിയുണ്ടെങ്കിൽ പിന്നെ ധൈര്യമായി. കയ്യിലെ പിടി വിടുവിക്കുക എന്നതിൻ്റെ അർത്ഥം അജ്ഞാനത്തിലേക്ക് നൗക ഇറക്കുക എന്നതാണ്. ആ നൗകയ്ക്ക് നാവികനില്ല. അനുനിമിഷം ഭവിക്കുന്ന കടലിൽ അലയുകയാണ് അതിൻ്റെ ഗതി. ആവി അറ്റുപോവുകയാണ് അതിൻ്റെ വിധി. സാരഥിയില്ലാത്ത രഥം പോലെ, കുതിരകൾ തോന്നുംപടി ചാടുന്ന തേരുപോലെ, പാർത്ഥസാരഥിയില്ലാത്ത പാർത്ഥനെ പോലെ ദൈവമേ എന്ന അതേ വിളിയാണ് ഉറ്റവർക്കും ഉഗ്രയുദ്ധങ്ങൾക്കും മുന്നിൽ നിന്ന് ഭഗവത്ഗീതയിലും സംഭവിക്കുന്നത്. അദ്വൈതത്തിലേക്ക് ആദ്യ ചുവടുവയ്ക്കുന്ന ആർക്കു മുന്നിലും മറ്റെന്ത് വിളിയാണ് കരണീയമായിട്ടുള്ളത്?